സർ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അണുവായുധം പാടില്ല എന്നാണ് ഇസ്രായേലും അമേരിക്കയും അടക്കം പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ അണുവായുധമുണ്ട്. പാകിസ്ഥാനിലെ കഹൂട്ടയിലൊക്കെ അണുവായുധ കേന്ദ്രം അവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഈ അണുവായുധമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാനെ ഇസ്രായേൽ ആക്രമിക്കുമോ? അതായത് അണുബോംബ് ഉള്ള ലോകത്തിലെ ഏക ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കയ്യിൽ അണുബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിക ഭീകരരുടെ കയ്യിലേക്ക് എത്തും. അത് സുരക്ഷിതമല്ല. സുരക്ഷിതമായിട്ട് ഇവർ സൂക്ഷിക്കുകയില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ കഹൂട്ട ആണവ നിലയമുണ്ട്, വേറെ ആണവ നിലയങ്ങളൊക്കെ ഉണ്ട്. അവിടെ അണുബോംബുണ്ട്. പക്ഷെ ഇത് മുഴുവൻ അമേരിക്കൻ സൈനികരുടെ കാവലിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. കിരാന മലയിൽ നമ്മൾ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ആണവ കേന്ദ്രത്തിലേക്ക് അമേരിക്കൻ സംഭരണത്തിൽ അല്ലെങ്കിൽ കാവലിൽ ഉള്ളതാണ് എന്നുള്ള കാര്യം ആ സമയത്ത് പുറത്തു വന്നിരുന്നു. കഹൂട്ട ആണവ നിലയം ഈ കാരണങ്ങൾ കൊണ്ട് പാകിസ്ഥാനിൽ ആക്രമിക്കാം എന്ന് ഇസ്രയേൽ 1982 തന്നെ വാഗ്ദാനം ചെയ്തു. ഇന്ത്യയോട് പറഞ്ഞിരുന്നു, ഇത് സുരക്ഷിതമല്ല, ഇത് ഞങ്ങൾ ശരിയാക്കി തരാം, നിങ്ങൾ ഗുജറാത്തിൽ ജാംനഗറിലോ മറ്റോ ഞങ്ങൾക്കൊരു വിമാനം വരുമ്പോൾ അതിന് പിന്നെയും ഇന്ധനം നിറക്കണമല്ലോ, അതിനുള്ളൊരു സൗകര്യം ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞത് ഈ പാകിസ്ഥാനിലെ ഒരു ജനറൽ എഴുതിയ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുല്ല് മാത്രം തിന്നുകൊണ്ട് ജീവിക്കില്ല എന്നോ മറ്റോ അർത്ഥം വരുന്നൊരു ശീർഷകമാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. കാരണം ഈ ബൂട്ടോ പണ്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ബൂട്ടോ ഈ കാഹൂട്ട നിലയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നേ, ഞങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്, പക്ഷേ പുല്ല് തിന്നിട്ടായാലും അണുബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇത് വെച്ചിട്ടാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം, ഞങ്ങൾ പുല്ല് തിന്നിട്ടും അണുബോംബ് ഉണ്ടാക്കും എന്നർത്ഥം വരുന്ന ശീർഷകമുള്ള പുസ്തകത്തിലാണ് ഈ വിവരം വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യയിൽ താവളം കൊടുക്കാനായിട്ട് ഇസ്രയേൽ വിമാനങ്ങൾക്ക് താവളം കൊടുക്കാൻ വിസമ്മതിച്ചു. അങ്ങനെയാണ് കാഹൂട്ട നിലയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ അകത്ത് ആണവ നിലയങ്ങൾ ഉണ്ട്, പലതവണ ആക്രമിച്ചിരിക്കുന്നു, ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കിയിരിക്കുന്നു. വീട്ടിൽ ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന ശാസ്ത്രജ്ഞനെയും കഴിഞ്ഞ ജൂണിൽ കൊന്നല്ലോ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിറിയയിൽ കൊണ്ടുപോയി ആണവ നിലയം പണിയുന്നുണ്ടായിരുന്നു ഇറാനിൽ വെച്ചിട്ടാണല്ലോ കുഴപ്പം. എന്നാൽ സിറിയയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതും മൊസാദ് തകർത്ത് കളഞ്ഞു ആക്രമിച്ചിട്ട്. അപ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ ആണവ നിലയത്തിൽ താല്പര്യമില്ല. അപ്പോൾ കുറെ കാലമായിട്ട് ഇത് സമ്മതിക്കുന്നില്ലല്ലോ ഇന്ത്യ. ഇപ്പൊ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നഫ്തലി ബെന്നറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇസ്രയേലിന് വേണമെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കാം, ഈ ആണവ നിലയം ആക്രമിക്കാമെന്ന് നഫ്തലി ബെന്നറ്റ് പറഞ്ഞു. നഫ്തലി ബെന്നറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അവിടെ ഇസ്രയേലിൽ. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് നെതന്യാഹുവിൻ്റെ കൂടെ. അപ്പം നഫ്തലി ബെന്നറ്റ് നെതന്യാഹുവിന് ശേഷം പ്രധാനമന്ത്രി ആയാൽ ഇപ്പം പറഞ്ഞത് അങ്ങർക്ക് വിഴുങ്ങാൻ പറ്റുമോ? അപ്പം മൊസാദിന് വന്നിട്ട് ആക്രമിക്കാം കഹൂട്ട ആണവ നിലയം. ഗുജറാത്തിലാണല്ലോ അന്ന് താവളം ചോദിച്ചിരുന്നത്. മോദിക്ക് കൊടുക്കാമല്ലോ താവളം, നല്ല കാര്യമല്ലേ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതുമാത്രമല്ല സാഹചര്യം, ഈ നഫ്തലി ബെന്നറ്റ് വ്യാഖ്യാനിച്ച ഒരു കാര്യമുണ്ട്. ഹെക്സഗൺ അലയൻസ് വേണം എന്ന് ഇപ്പൊ നെതന്യാഹു പറഞ്ഞു. എന്താണ്, ഷഡ്ഭുജ അല്ലേ, സഖ്യം വേണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങളുടെ സഖ്യമല്ല, അത് ആ സ്ട്രക്ചർ വെച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഗ്രീസ്, സൈപ്രസ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ രാജ്യങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല, ഇന്ത്യ ഉൾപ്പെടെ എന്ന് പറഞ്ഞിരുന്നു. കാര്യം ഇന്ത്യ അതിൻ്റെ ഒരു നെടുന്തൂണായിരിക്കും എന്നുള്ളത് നെതന്യാഹു പറഞ്ഞു. ഈ കാര്യം മോദിയും
നെതന്യാഹുവും തമ്മിൽ രഹസ്യമായിട്ട് ചർച്ച ചെയ്ത് കാണുമല്ലോ. 2 ദിവസം മുമ്പ് 48 മണിക്കൂർ ഈ ആക്രമണം മോദി ചെല്ലുന്നതുകൊണ്ട് മാറ്റിവെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസംബന്ധമൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട് റിപ്പോർട്ടുകളെ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ എല്ലാവരും ചെയ്യുന്നത്, അല്ലാതെ മോദി അറിയാതെ അങ്ങോട്ട് പോകുന്നൊന്നുമല്ല. അപ്പൊ ഈ ഹെക്സഗൺ സഖ്യം എന്തിനാണ് എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ സുന്നി തീവ്രവാദ ഭീകര ഗ്രൂപ്പുകളെ നേരിടാൻ. 2, ഷിയ, അദ്ദേഹം ഒന്നായിട്ട് ഷിയ പറഞ്ഞു, ഷിയ ഭീകര ഗ്രൂപ്പുകളെ നേരിടാൻ. അത് ഇറാന്റെ നേതൃത്വത്തിലുള്ളത്. അവരാണ് ഹമാസിന് കാശ് കൊടുക്കുന്നത്. സുന്നികളാണ് ഹമാസ്. ഹമാസിന് കാശ് കൊടുക്കുന്ന ഷിയ ആയിട്ടുള്ള ഇറാൻ 1 വർഷം 3000 കോടി രൂപയൊക്കെ കൊടുത്തിരുന്നു. ഒന്നാമത് ഈ $1 42,000 രൂപയായി ഇറാനിൽ. നമ്മൾ ഈ 90 രൂപ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ആകെ തകർന്ന് കിടക്കുന്നത്. എന്നിട്ടാണ് ഈ ഭീകരവാദത്തിന് കാശ് കൊടുക്കുന്നത്. പക്ഷെ സുന്നി സഖ്യത്തിനെയും നമ്മൾ നേരിടണം എന്ന് പറഞ്ഞല്ലോ. അതാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യമായിട്ട് നഫ്തലി ബെന്നറ്റ് പറയുന്നത്. ആ സുന്നി സഖ്യത്തിൻ്റെ നേതൃത്വമായിട്ട് നെതന്യാഹു കാണുന്നത് തൊട്ടപ്പുറത്തുള്ള തുർക്കിയെ ആണ്. തുർക്കിയുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക സഖ്യത്തിനെ നേരിടുക എന്നുള്ളതാണ്. ആ സഖ്യത്തിലെ അംഗമാണ് പാകിസ്ഥാൻ. സാർ, അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നല്ല ബന്ധമാണ്. പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഇടപെടും, സൗദി ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇടപെടും എന്നൊക്കെ പറഞ്ഞു. ഈ സൗദി തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് അതിനുള്ള സൗകര്യം തരില്ല, അല്ലെങ്കിൽ എയർബേസുകൾ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള നിലപാടെടുത്തത്. ഇവിടെ ഇപ്പോൾ ആ നിലപാട് അപ്രസക്തമായി പോയി. പക്ഷെ സുന്നി രാജ്യങ്ങളെ കയറി ഇപ്പം ഇറാൻ ആക്രമിച്ചല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ബഹ്റിൻ ആയിക്കോട്ടെ, അതുപോലെ കുവൈറ്റ് ആയിക്കോട്ടെ, മറ്റു രാജ്യങ്ങളിലൊക്കെ ആക്രമണം നടത്തിയ എന്തിനാ? അമേരിക്കയുടെ ബേസുകളെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടല്ലേ. ഇവിടെ ഇന്ത്യയിൽ പോലും ഷിയയുടെ ഭരണാധികാരിയായിട്ടുള്ള ഈ ആൾ മരിച്ചു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആയത്തുള്ള അലി ഖമനൈ. കശ്മീരിൽ കുറെ ഷിയ, അതുപോലെ തന്നെ പാകിസ്ഥാനിലും കുറെ ഷിയ ഉണ്ടല്ലോ. അവിടെ 20% ഷിയ ഉണ്ട്. 15% എന്ന് പറയാം. അതെ, ആ ഷിയക്കാർ ഇതുപോലൊരു പരസ്യ പ്രതികരണമായിട്ടോ പരസ്യ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയാൽ ഇസ്രായേലിന് അവരെ ആക്രമിക്കാനുള്ള ഒരു വടിയായിട്ട് അതും ഉപയോഗിച്ചുകൂടെ? ഇസ്രായേലിന് പാകിസ്ഥാനെ ആക്രമിക്കാം. അതെ അതെ, അതല്ലേ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ സൗദിയും മറ്റേ പാകിസ്ഥാനും തമ്മിൽ ഒരു സഖ്യം, നാറ്റോ സഖ്യം പോലെ, അതായത് ഒരു രാജ്യത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റേ രാജ്യത്തിനെ ആക്രമിച്ചതായിട്ട് കണ്ടിട്ട് സഹായിക്കുന്നതാണ്. അതെ. എന്നിട്ട് ഇപ്പോ സൗദിയെ ആക്രമിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? സൗദി സഹായിച്ചോ? ഇതൊക്കെ അർത്ഥമില്ലാത്തതാണ്. കാരണം സൗദിക്ക് സേനയില്ല. സൗദി ആകെ കണ്ടത് എന്താന്ന് വെച്ചാൽ അണുബോംബുണ്ട്. സൗദിയുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാ പിന്നെ ഇങ്ങനൊരു സഖ്യം ഉണ്ടാക്കാം. പക്ഷെ ആ സഖ്യത്തിൽ തുർക്കി ചേർന്നേക്കാം എന്ന് പറഞ്ഞൊരു സാധ്യത നിലനിൽക്കുന്നു. ആ സഖ്യത്തിനെതിരെ ഇസ്രയേൽ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഈ ഹെക്സഗൺ സഖ്യം എന്ന് പറഞ്ഞൊരു സംഗതി രൂപീകരിക്കണം എന്ന് പറയുന്നത്. ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സൗദിയും ഈ തുർക്കിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ പാകിസ്ഥാന് തുർക്കി ആയുധ സഹായമൊക്കെ കൊടുത്തത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കണ്ടു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ തുർക്കി ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മ വരും? പാകിസ്ഥാന്റെ കൂട്ടായ്മയിൽ തുർക്കിക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. ആ സഖ്യത്തിൽ, അതായത് സൈനിക ശക്തി ഔട്ട്സോഴ്സ് ചെയ്യാൻ ഞങ്ങളില്ല എന്നാണ് തുർക്കി പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള ഈ സഹായം ഉണ്ടല്ലോ, തുർക്കിക്ക് എന്താണ്? തുർക്കിക്ക് ഒരു ഖലീഫയായിട്ട് പഴയ പോലെ സുൽത്താനായിട്ട് ഒരു ചേരി നിൽക്കണം. തുർക്കി സൗദിയുമായിട്ട് അത്ര സുഖമൊന്നുമല്ല. കാരണം പണ്ട് സൗദിയുടെ ഈ വിശുദ്ധ കാബ തുടങ്ങിയ സംഘം അതൊക്കെ ഹെറാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രവിശ്യയായിട്ട് കിടന്നതാണ്. കാരണം അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിന്നതാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ഈ മക്ക, കാബ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തുർക്കിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തുർക്കി അന്ന് മൊത്തം മുസ്ലിങ്ങളുടെ ഖലീഫയായിട്ട് ഇരുന്നിരുന്നു. ആ സ്ഥാനം വീണ്ടെടുക്കണമെന്ന് എർദോഗൻ
ഉണ്ട് ഇപ്പോ. അപ്പൊ തുർക്കി അയലത്ത് നിന്നിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോ ഈ തുർക്കി മറ്റേ സൗദിയെ നമ്മൾ മാറ്റി നിർത്തിയാൽ തന്നെ, സൗദിയും പാകിസ്ഥാനും സഖ്യം ഉണ്ടാക്കിയെങ്കിലും ഗുണമില്ല എന്നുള്ളത് നമ്മളിപ്പോ കണ്ടല്ലോ. ഈ രണ്ടാക്രമണത്തിലും കണ്ടല്ലോ. അഫ്ഗാനിസ്ഥാന്റെ ഒന്നും ഫോൺ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതല്ലാതെ ഗുണമൊന്നുമില്ല. പിന്നെ ഉള്ളത് തുർക്കി പാകിസ്ഥാനെ ഇങ്ങനെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിൽ ഇന്ത്യക്കും അത്ര സുഖം തുർക്കിയോടില്ല. അയലത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന തുർക്കിയോട് ഇസ്രയേലിനും സുഖമില്ല. അപ്പോൾ ആ സഖ്യത്തിൻ്റെ കയ്യിൽ അണുബോംബിരിക്കുന്നത് തുർക്കിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആണവ പോർച്ചട്ട തുർക്കിയെ അണിയിക്കാൻ പാകിസ്ഥാൻ സഹായിക്കുമോ? തിരിച്ച് ഈ ഭീഷണി നിലനിൽക്കുന്നു എങ്കിൽ ആ അണുബോംബ് നശിപ്പിക്കേണ്ടത് കൂടി ഇസ്രയേലിൻ്റെ അനിവാര്യതയായി തീർന്നിരിക്കുന്നു. അതാണ് നഫ്താലി ബെന്നറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാംനഗറിലോ മറ്റോ കുറച്ച് നേരം ഒരു 5-6 മണിക്കൂർ മോദി കൊടുത്താൽ ഈ കാഹൂട്ട ആണവ നിലയം തകർന്ന് തരിപ്പണമാക്കാൻ കഴിയും. 1980-കളിൽ ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു തെറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ നരേന്ദ്രമോദി തിരുത്താൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ അനുമാനിക്കാം. തിരുത്തേണ്ട ഈ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്നൊക്കെ എസ് രാമേന്ദ്രൻ പിള്ള പറയാറില്ല എപ്പോഴും. എന്ന് പറയുന്നത് പോലൊരു സാഹചര്യത്തിലേക്ക് പോകാം ഉള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. അതും ഈ ഹെക്സഗൺ സഖ്യത്തിന്റെ കാര്യമൊന്നും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. സെക്യൂരിറ്റി കോർപ്പറേഷൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്രയേലും സുരക്ഷാ ഇന്ത്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ സംസാരിക്കുമ്പോൾ ഇതെല്ലാം നടന്നിട്ടുണ്ടാകും. കഹൂട്ട ആണവ നിലയം നമ്മുടെ അയലത്തുള്ള പാകിസ്ഥാന് അണുബോംബ് ഉണ്ടാവുന്നത് ഇന്ത്യക്ക് നല്ലതല്ലല്ലോ. അല്ല, ഇസ്രയേലിനും നല്ലതല്ല. കാരണം തുർക്കിക്ക് കൊടുക്കാം എന്നുള്ള സാഹചര്യം കാണും. അപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.